ഹലോ ഗൈസ്, ഞാൻ ഇപ്പൊ എവിടെ നിൽക്കുന്നത് തരാം കാരക്കാടട്ടാ. അതായത് കപ്പിൾസ്, നമ്മളെ കോമഡി വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും രസിപ്പിക്കുന്ന നമ്മളെ കപ്പിൾസിന്റെ അവിടെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം. അപ്പൊ ഇതാ നമ്മുടെ അതിഥി നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്, ഷാഫി ഫാസില. അപ്പൊ നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ? അതെ, ഫാസിലാന്ന് നിന്ന് തന്നെ തുടങ്ങാം ചോദ്യങ്ങളൊക്കെ. എന്നിട്ട് ഉഷാറല്ലേ? നിങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഉണ്ടാവും? വീഡിയോ ഇപ്പൊ ആഫ്റ്റർ മാരേജ് ആണ് കണ്ടിന്യൂസ് ആയി തുടങ്ങിയത്. മാരേജ് കഴിഞ്ഞിട്ട് അതെ, സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. കല്യാണം വരെ ഒക്കെ ചെറുതായിട്ട് ചെയ്ത് ഇങ്ങനെ ഗ്യാലറിയിൽ എടുത്തു വെക്കുന്നല്ലാണ്ട് ഔട്ട് ആക്കുന്നില്ല. പക്ഷെ മാരേജിന് ശേഷം സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു തുടങ്ങിയത്. എങ്ങനെ നിങ്ങൾ പുറത്തു പോകുമ്പോ എങ്ങനെ നല്ല ഫാൻസ് ഉണ്ടാവും? എങ്ങനെ നിങ്ങളെ കാണുമ്പോ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്ന് അവരൊരു സ്നേഹം കാണിക്കുമ്പോൾ നല്ല സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഷാഫിനെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഒരു വലിയൊരു കലാകാരനാണ്, ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ് പിന്നെ നല്ല പാട്ടും ഒക്കെ പാടുന്നതാണ്. എത്ര വർഷം ഈ ഫീൽഡിൽ ഏത് പാട്ടും ഇതൊക്കെ ആയിട്ടുള്ള? എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം നൗഫൽ തിരൂര് നല്ലൊരു അറിയപ്പെടുന്ന ബ്ലോഗറാണ്, നമ്മുടെ സുഹൃത്തും കൂടിയാണ്. കുറെ പറയുന്നത് വരൽ തുടങ്ങിയിട്ട് എന്തായാലും ഒരുപാട് സന്തോഷം. അപ്രതീക്ഷിതമായിട്ട് വന്നത്. അപ്പൊ എന്തായാലും ഈ മേഖലയ്ക്ക് വന്നിട്ട് ഇപ്പൊ ഞാന് ഇവിടെ കാരക്കാട് സ്കൂൾ പഠിക്കുമ്പോ തന്നെ 3ാം ക്ലാസ് മുതൽ മിമിക്രി തുടങ്ങിക്കണം. മിമിക്രി ഫസ്റ്റ് നമ്മുടെ സ്കൂളിൽ നിന്ന് ജില്ലാ സബ് ജില്ല ഒക്കെ പോയിരുന്നു. പിന്നെ അതേപോലെ നമ്മള് 10ാം ക്ലാസ്സില് ഹയർ സെക്കൻഡറിയിലും ഒക്കെ സ്റ്റേറ്റ് മിമിക്രി വിന്നർ. അങ്ങനെ മിമിക്രിയിലൂടെ വന്ന് പിന്നെ അങ്ങനെ പാട്ടൊക്കെ അങ്ങനെ വലിയൊരു ട്രൂപ്പിന്റെ കൂടെ അല്ലെ സ്വന്തമായിട്ട് എടുത്ത് ചെയ്യും അല്ലെ? വർക്കും ചെയ്യുന്നു, ഗാനമേള ഈവന്റ്സ് മൊത്തം എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും വേറെ ഫൺ മീഡിയ നമ്മുടെ ചാനൽ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് നല്ല അത്യാവശ്യം ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും യൂട്യൂബ് ആയാലും നല്ല സപ്പോർട്ട് ഉണ്ട്, ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അവരോടുള്ള സ്നേഹം അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ കുറെ ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ, ഷോപ്പിന്റെ ബ്ലോഗുകളും ഒരുപാട് ഞാൻ കാണാറുണ്ട് സമയമുള്ള ടൈമിലൊക്കെ. അപ്പോ എന്തായാലും സന്തോഷങ്ങളെ വീഡിയോ നമ്മളും കാണാറുണ്ട്. സപ്പോർട്ട് അതിന്റെ ചാനല് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് ആളുകൾ നമ്മളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. കാരണം ഗൾഫിലെത്തിയ അവിടുത്തെ വീഡിയോ നാട്ടിലെത്തിയ ഓൾ കേരള മൊത്തം കറങ്ങി വേൾഡ് വൈഡ് അല്ലേ? പക്ഷെ ഇതിലൊക്കെ എനിക്ക് തോന്നുന്നത് എന്താന്നറിയാം, ഇതിനൊരു മനസ്സിനൊരു സന്തോഷമാണ്. അല്ലാതെ നമ്മള് ഒരു ഇതിലൊരു വലിയൊരു ഇൻകം വേണമെന്നോ അങ്ങനെയല്ല. അല്ല, മനസ്സിന് സന്തോഷം കണ്ടെത്തുക, അതാണ് നമ്മളൊക്കെ നമ്മളെ ജീവിതം ഹാപ്പി ആക്കുക. ഒരുപാട് ആളുകൾ ചിലര് അവനിക്ക് ഭ്രാന്താണ്, ഇതിന് ഭ്രാന്ത്, ആൾക്കാരുടെ ഇടയിൽ കോലപ്പെടില്ല, അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേ അങ്ങനെ പലതും പറയും. പക്ഷെ അതൊന്നും നമ്മൾ മെയിൻ ചെയ്യരുത്. അതെ, ജനിക്കുമ്പോ നമ്മളെ 10 ആൾ അറിഞ്ഞില്ലേലും മരിക്കുമ്പോ നമ്മൾ 10 ആൾ അറിയാത്ത നമ്മുടെ മാത്രം കുറ്റാണ്. നമ്മള് നല്ല ചെയ്താൽ മതി, നമ്മള് നല്ല ചെയ്യുന്നില്ല, വേറെ രീതിയിൽ ഒരാളെ കുറ്റം പറയാ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കമന്റുകളൊക്കെ നെഗറ്റീവ് പോസിറ്റീവ് അതുണ്ടാവും, അതില്ലാത്തവര് ഉണ്ടാവില്ല. അതിനിപ്പോ എത്ര നെഗറ്റീവ് കുറവാ, വളരെ അപൂർവമായിട്ട് വരലുള്ളൂ. പോസിറ്റീവ് തന്നെ അധികം വരില്ല. പക്ഷെ നിങ്ങൾ ഇതിന് ടൈം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇപ്പൊ എന്താ വെച്ചാല് ഇന്നിപ്പോ പ്രോഗ്രാമിന്റെ അവിടെയും പോകും, പിന്നെ നിങ്ങളെ വീട്ടിൽ ജോലി രാത്രിയാണ് വീഡിയോസ് ചെയ്യാറ്. കാരണം ഷാഫിക്ക പകല് വർക്കൊക്കെ ആയതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോ റെഡിയായി കണ്ടന്റ് ഒക്കെ റെഡിയാക്കി. ഇപ്പോ ഷാഫി എന്നോട് പറഞ്ഞ് നമ്മളെ ഭാര്യയാണ് ഇതിൽ മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, കണ്ടന്റുകളൊക്കെ കണ്ടുപിടിക്കാൻ അവളാണ് എല്ലാ കണ്ടന്റുകളൊക്കെ കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ഒഴിവ് സമയം വീട്ടിലിരിക്കുമ്പോ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഷാഫിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം വീഡിയോസ് അങ്ങനെ. അപ്പൊ നമ്മുടെ ഇവരുടെ വിശേഷങ്ങൾ നമ്മൾ കൂടുതലൊന്നും ചോദിച്ചു വരാൻ തളർത്തുന്നില്ല. ഇവിടെ വൈൻഡപ്പ് ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് തിരക്ക് പിടിച്ചൊന്ന് വന്നൊന്ന് അപ്രത്യക്ഷമായിട്ട് ഒരു സെലിബ്രിറ്റിയുടെ ഒരു കല്യാണത്തിന് പോവാ. ആ വീഡിയോ ഇതിന്റെ പിന്നാലെ വരും, ഇതിന്റെ മുന്നിലേക്ക് ചിലപ്പോ മുന്നിലായിട്ട് വരും. അതല്ല, അതിന്റെ മുന്നേ ഞങ്ങൾ കറങ്ങാൻ വേണ്ടി പോയി ചെറുതായിട്ടൊന്നും ഇങ്ങനെ. അത് വേറെ വരും, അത് വേറെ. അപ്പൊ അത് കല്യാണം ആലോചിച്ച നമ്മുടെ ചമ്പന എന്താണ് പുലിവാൽ മീഡിയയുടെ മകന്റെ കല്യാണം റിസപ്ഷൻ ആണ്. പിന്നെ നമ്മുടെ ക്യാമറമാൻ ഗഫൂർ, കലബിലെ ഗഫൂർ, അതായത് ഒരു ആർട്ടിസ്റ്റ് ആണ്. എന്തായാലും ഇപ്പൊ ഞങ്ങളൊക്കെ വരും. അപ്പൊ നമ്മള് അങ്ങോട്ട് പോകാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഷാജി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഷാജി കരക്കാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഷിയാബ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് തിരക്കിലാണ്. അപ്പൊ അടുത്തൊരു പ്രാവശ്യം നിങ്ങളൊരു നല്ലൊരു ഇന്റർവ്യൂ ഇതിൽ നമുക്ക് ഒതുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ.